തൃശൂരിൽ ബോണ്ണത്താലെ ആവേശത്തിലാണ്. വർണ്ണാഭമാക്കാനൊരുങ്ങുകയാണ് തൃശൂർ നഗരം. തൃശൂർ പൗരാവലിയും അതിരൂപതയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ബോണ്ണത്താലയിൽ 10,000-ലേറെ പാപ്പമാർ അണിനിരക്കും. 300-ലേറെ പേരെ വഹിക്കുന്ന ചലിക്കുന്ന പുൽക്കൂടാണ് മറ്റൊരു ആകർഷണം. സെയിന്റ് മേരീസ് കോളേജിന് സമീപത്ത് നിന്ന് സൂരജ് സജിയും സേക്രഡ് ഹാർട്ട് സ്കൂളിൽ നിന്ന് അജീഷും ചേരുന്നുണ്ട്. ആദ്യം അജീഷിലേക്കാണ്. അജീഷ്, ബോണ്ണത്താലേക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? എപ്പോഴാണ് ആ നഗരം കീഴടക്കാൻ പാപ്പമാരിറങ്ങുക? ഗോകുൽ, ഞാൻ ആദ്യം പറയുന്നതിന് മുമ്പ് ഞാൻ ഇത്രയും നല്ല തൊപ്പിയും കണ്ണടയൊക്കെ വെച്ചിട്ടൊരു കോംപ്ലിമെന്റ് പ്രതീക്ഷിച്ചിരുന്നു. ആ കോംപ്ലിമെന്റ് കിട്ടാത്തതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മളിപ്പോൾ എന്തായാലും ബോണ്ണത്താലെ എന്ന ആഘോഷത്തിലേക്ക് തുടങ്ങുകയാണ്. എന്തായാലും ഇവിടെ പാടിക്കൊണ്ടിരുന്നൊരു പാട്ടുണ്ട്, മനസ്സിലും സിരകളിലും ക്രിസ്മസ്. എന്തായാലും ഈ മനസ്സിലും സിരകളിലും ക്രിസ്മസ് ആഘോഷിക്കുന്നു, ഹൃദയത്തിൽ നന്മയുള്ളവർ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഒരു ഗാനം പാടിക്കൊണ്ടാണ് എന്തായാലും ഈ 10,000-കണക്കിന് പാപ്പാഞ്ഞിമാർ ഈ മൈതാനത്തിലൂടെ നൃത്തം ചവിട്ടാൻ പോകുന്നത്. അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഈ പിള്ളേരുടെയൊക്കെ ഒരു ആവേശം കിട്ടുക, കാരണം ഇവരെല്ലാം പല ഇടവകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നവരാണ്. പല ഇടവകളിൽ നിന്ന് ഇത് രാവിലെ കഴിഞ്ഞ ഒരുപാട് ദിവസമായി ഇവർ ഈ ബോണ്ണത്താലെ പാട്ടിനൊത്ത് നൃത്തം ചെയ്യാനുള്ള പ്രാക്ടീസിലായിരുന്നു. നമുക്കൊന്നാണ് ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. എല്ലാമോ ഒരു കുട്ടിക്കത്താവേശം. കാരണം ഈ കുട്ടികളുണ്ടല്ലോ, കഴിഞ്ഞ ഈ ക്രിസ്മസ് 25-ാം തീയതി ക്രിസ്മസ് ആഘോഷിച്ച് രാവിലെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച്, വിശ്വാസിയായി നിന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച് ഒരു ദിവസം വിശ്രമം. അതിനുശേഷം ഏറ്റവും വലിയ ആഘോഷം ഇനി ഈ അടുത്ത പുതുവർഷത്തിനായി ഇനി വെറും 3 ദിവസങ്ങൾ കൂടി ബാക്കിയേ ഉള്ളൂ. ആ 3 ദിവസത്തിനുള്ളിൽ, അതായത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ആഘോഷമാണ് ബോണ്ണത്താലെ. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞു, പ്രാക്ടീസ് കഴിഞ്ഞു. കുട്ടികളും അവരുടെ രക്ഷിതാർത്ഥാക്കളും അങ്ങനെ 5 വയസ്സ് മുതൽ 90 വയസ്സുള്ളവർ വരെ പല ഈ തൃശ്ശൂർ അതിരൂപതയ്ക്ക് കീഴിൽ പല അതിരൂപതയ്ക്ക് കീഴിലുള്ള പല ആളുകൾ, അതിൽ നടന്നു വരാൻ കഴിയാൻ പറ്റുന്ന എല്ലാവരും ഇവിടെ പാപ്പാഞ്ഞിയുടെ വേഷമണിഞ്ഞ് തൊപ്പി അണിഞ്ഞ് ഇവിടെ എത്തി ആ ബോണ്ണത്താലെ ഗാനത്തിനൊപ്പം നൃത്തം ചവിട്ടുന്നു. അവരല്പസമയം ഈ സെന്റ് മേരീസ് സ്കൂളിൽ നിന്ന് ഇവിടുന്ന് പുറപ്പെടും. ഇവിടുന്ന് പുറപ്പെട്ടതിന് ശേഷം സെന്റ് തോമസ് കോളേജിലെത്തും. അവിടെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തും. ഉദ്ഘാടനത്തിന് ശേഷം തെക്കിൻകാട് മൈതാനിക്ക് മുന്നിലൂടെ സ്വരാജ് റൗണ്ടിലൂടെ ഈ സംഘം നടക്കും. അതിനു ചുറ്റും വലം വയ്ക്കും. അത് കാണാനായി അപ്പൊ അതാണ് ഇവരുടെ ആവേശം. ഈ ഇങ്ങനെ ബോണ്ണത്താലേക്ക് വേണ്ടി ആർത്ത് വിളിച്ച് നൃത്ത ചുവടുകൾ വെച്ച് തൃശ്ശൂരിന്റെ നഗരിയിലൂടെ അല്പസമയം ഇവർ നടക്കും. ഒരു ദിവസം മാത്രമേ നിങ്ങൾക്ക് ആകെ വിശ്രമിക്കാൻ കിട്ടിയുള്ളൂ. നിങ്ങൾക്ക് പ്രാക്ടീസ്, ഡാൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്തായിരുന്നോ? സെറ്റല്ലേ, തകർക്കല്ലേ? തെക്കിൻകാട് മൈതാനി ഇളക്കി മറിക്കി അടിച്ചു പൊളിക്ക്. ആദ്യം അജീഷിനെ പ്രേമി കാണാഞ്ഞോണ്ട് കേട്ടോ ആ ഒരുക്കം, ആ വേഷമൊന്നും പ്രശംസിക്കപ്പെടാതെ പോയത്. ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ അവരോട് ഇനി മടിച്ചു നിൽക്കണ്ട. അജീഷുടെ ആവേശത്തില് ഒന്ന് ഡാൻസ് കൂടെ കളിച്ച് നിൽക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ സൂരജിന്റെ അടുത്ത് പോയി തിരിച്ചു വരാം. സൂരജ് സജി കൂടി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജിന്റെ കൂടെയുള്ള സംഘം എവിടെ നിന്നുള്ളവരാണ്? അവരും ഇതുപോലെ അജീഷ് ചേട്ടൻ്റെ കൂടെ നിൽക്കുന്ന പോലെ തുള്ളി തുള്ളി വൈബിൽ അങ്ങനെ നിൽക്കുവാണോ? ഗോകുൽ, ഇവിടെയും ഒട്ടും ആവേശം കുറവൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ, അതായത് ഫ്ലാഗ് ഓഫ് ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാവുന്നുള്ളൂ. മാർ ആൻഡ്രൂസ് താഴത്ത് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പായിട്ടുള്ള മാർ ആൻഡ്രൂസ് താഴത്തായിരിക്കും ഈ ബോണ്ണത്താലെ, അതായത് 2023 ബോണ്ണത്താലയ്ക്ക് ഔദ്യോഗികമായി ഫ്ലാഗ് ഓഫ് നിർവഹിക്കുക. അതിനുശേഷം തൃശ്ശൂർ നഗരമാകെ ഈ പാപ്പാമാരെ കൊണ്ട് നിറയും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അതിന്റെ നിശ്ചല ദൃശ്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ വ്യത്യസ്ത വേഷങ്ങളിലെത്തിയ പാപ്പാമാരുണ്ട്. അതിൽ വീൽ ചെയറിലുള്ളവരുണ്ട്, വാഹനങ്ങളിൽ എത്തുന്നവരുണ്ട്, റോളർ സ്കേറ്റിങ്ങിലുള്ള പാപ്പാമാരുണ്ട്. അങ്ങനെ എല്ലാവരും ഇവിടെ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ഈ ഫ്ലാഗ് ഓഫ് ചടങ്ങുകൾ നടക്കും. എല്ലാ തവണയും
എന്തെങ്കിലുമൊക്കെ സസ്പെൻസ് ഒളിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ ബോൺനത്താലെ നടക്കുക. ഇത്തവണയും അത്തരത്തിൽ സസ്പെൻസുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ സംഘാടകരെല്ലാം വ്യക്തമാക്കുന്നത്. ആ സസ്പെൻസ് എന്താണ് എന്നറിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ് പലരെയും സംബന്ധിച്ച്, പ്രത്യേകിച്ച് തൃശ്ശൂരുകാരെ സംബന്ധിച്ച് ഓണക്കാലത്ത് പുലി ഇറങ്ങുന്നത് പോലെയാണ് ഇപ്പോൾ ഈ ക്രിസ്മസ് കാലത്ത് ഈ പാപ്പാമാര് തൃശ്ശൂർ നഗരത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളത്. എന്തായാലും തൃശ്ശൂർ നഗരം അല്പസമയത്തിനകം ഒരു ചെങ്കടലായി മാറും. പിന്നീട് ഈ തിരമാലകൾ കയറി ഇറങ്ങുന്നത് പോലെ ഈ ചുവട് വച്ചെത്തുന്ന പാപ്പാമാർ അവർ ഈ പൂരനഗരിയെ കീഴടക്കുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. എന്തായാലും തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം ഇതിന്റെ ദൃശ്യങ്ങളിൽ കാണാം. ഇതിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങുകളിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. ഈ നിമിഷം ഇതിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്നതോടുകൂടി പാപ്പാമാർ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സെന്റ് തോമസ് കോളേജിന് പുറത്തേക്ക് എത്തും. പിന്നാലെ ഇവർ ജനറൽ ഹോസ്പിറ്റലിന് മുന്നിലൂടെ നടന്ന ഇപ്പോൾ ഈ തേക്കിൻകാട് മൈതാനിക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന റൗണ്ടിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ ഈ ഫ്ലാഗ് ഓഫ് ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പായിട്ടുള്ള മാർ ആൻഡ്രൂസ് താഴത്താണ് ഈ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് വ്യത്യാസമില്ലാതെ, അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുണ്ട്, വിവിധ മതസംഘടനകളുടെ പ്രതിനിധികളുണ്ട്, അങ്ങനെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് തൃശ്ശൂരിന്റെ ഒരു മതേതരത്വം അല്ലെങ്കിൽ തൃശ്ശൂരിന്റെ വൈവിധ്യം അതെല്ലാം കാത്തു സൂക്ഷിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അത് പ്രകടമാക്കുന്ന തരത്തിലാണ് ഈ ബോൺനത്താലയുടെ വേദിയിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ, ഭരണപക്ഷ പാർട്ടികൾ, മേയർ, MLA മാർ അങ്ങനെ തുടങ്ങിയും വിവിധ രാഷ്ട്രീയ കോണുകളിൽ നിന്നും സാംസ്കാരിക കോണുകളിൽ നിന്നും ഈ മതസംഘടനകളിൽ നിന്നും എല്ലാവരെയും പ്രതികരിച്ചുകൊണ്ട് വ്യത്യസ്ത മേഖലകളിൽ നിന്ന് എല്ലാവരും ഒന്നിച്ചൊത്തുചേർന്ന് ഒരു മാലയിലെ കണ്ണികൾ പോലെ കോർത്തിണക്കിയ ഒരു നിമിഷം. ആ നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇവർ ഉയർത്തുന്ന ഈ ഫ്ലാഗ് ഓഫ്, ആ ഫ്ലാഗ് ഓഫോടുകൂടി ഈ തൃശ്ശൂർ നഗരത്തെ കീഴടക്കാനായി ഓരോ പാപ്പാമാരും എത്തും. വീൽ ചെയറിലുള്ള ആളുകൾ, അതായത് 100-ലധികം വീൽ ചെയറിലെത്തുന്ന പാപ്പാമാർ, അവരാണ് പലപ്പോഴും ഈ ജീവിതത്തിന്റെ സൗന്ദര്യങ്ങളൊന്നും ആസ്വദിക്കാൻ കഴിയാതെ 4 ചുവരുകൾക്കൊക്കെ തകപ്പെട്ടു പോകുന്ന അവരെ അണിനിരത്തിക്കൊണ്ടാണ് ആദ്യം ഈ പാപ്പാമാർ നഗരത്തിലേക്ക് ഇറങ്ങുക. അവർക്ക് പിന്നാലെ ബൈക്കിൽ ഈ പാപ്പാമാരുടെ വസ്ത്രമണിഞ്ഞുകൊണ്ട് പാപ്പാമാർ ഇറങ്ങും. അതിനുശേഷം ഈ റോളർ സ്കേറ്റിംഗിൽ പാപ്പാമാർ ഇറങ്ങും. അതിനുശേഷമായിരിക്കും സാധാരണയായി അത് ഈ നൃത്ത ചുവടുകളോടുകൂടിയുള്ള പാപ്പാമാരെത്തുക. 2 പാട്ടുകൾ ഇവർക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. വ്യത്യസ്തമായ നൃത്ത ചുവടുകളോടുകൂടി ഈ നഗരം മുഴുവൻ കീഴടക്കുന്ന കാഴ്ച. ആ കാഴ്ചയ്ക്ക് വേണ്ടി എന്തായാലും ഫ്ലാഗ് ഓഫ് നിർവഹിച്ചിരിക്കുന്നു. മാർ ആൻഡ്രൂസ് താഴത്തും അതുപോലെ തന്നെ മേയറും എല്ലാം ചേർന്നുകൊണ്ട് നിലവിൽ ഇതിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം ഈ സെന്റ് തോമസ് കോളേജിൽ നിന്ന് നമുക്ക് വലിയ ആരവം കേൾക്കാം. അല്പസമയത്തിനകം ഈ കോളേജിന്റെ ഹാളിൽ നിന്ന് പാപ്പാമാർ തൃശ്ശൂരിന്റെ തെരുവീതികളിലേക്ക് ഇറങ്ങും. ഏതായാലും തൃശ്ശൂരിലെ പാപ്പമാരുടെ ആവേശത്തിന് കൊടികേറിയിരിക്കുകയാണ്. ഇനി നഗരത്തെ കീഴടക്കാൻ പുലികളി പോലെ തൃശ്ശൂർ മറ്റൊരു ഒന്നൊന്നര ആഘോഷത്തിന് ഒരുങ്ങുകയാണ്. ബോൺനത്താലേക്ക് കൊടിയേറിയിരിക്കുന്നു. ഇനി ആ കാത്തുനിന്ന സംഘങ്ങൾ, പാപ്പമാരുടെ വലിയ സംഘം, അത് 10,000 വരും എന്നാണ് കണക്ക്. അത്രയും ആളുകൾ പാപ്പഞ്ഞിയുടെ വേഷത്തിലുള്ള കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അങ്ങനെ പല പ്രായക്കാരുണ്ട്. അവരെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് അങ്ങ് ഇറങ്ങുകയാണ് ഇനി തൃശ്ശൂരിൻ്റെ റൗണ്ടിനെ കീഴടക്കാൻ.